സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. കലോത്സവം മൂന്നാം ദിവസത്തിലെത്തുമ്പോൾ കണ്ണൂരും തൃശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തും. അനുശ്രീയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കലോത്സവം വൈബൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ് അനുശ്രീ? അശ്വതി, രണ്ടാം ദിനം കഴിഞ്ഞ് ഇന്ന് മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഒന്നാം വേദിയിലാണ്. പ്രധാനമായും ഇന്ന് നടക്കാനിരിക്കുന്നത് ഇവിടെ തിരുവാതിരകളിയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് തിരുവാതിരകളി ആരംഭിക്കുക. ഇവിടെ ഇന്ന് 9:30 കൂടി തന്നെ പരിപാടി ആരംഭിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇന്നലത്തെ തിരക്കാണ്. ഇന്നലെ പ്രധാനമായി ഉണ്ടായിരുന്നത് ആരാധകരുടെ, കലോത്സവ ആരാധകരുടെ പ്രിയപ്പെട്ട ഇനമായ നാടകവും അതോടൊപ്പം തന്നെ ഇത്തവണ സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പണിയ നൃത്തവുമായിരുന്നു. നാടകത്തിനാണെങ്കിൽ തന്നെ ഏകദേശം രാത്രിയോടടുത്തപ്പോൾ വേദിയിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ തരത്തിലുള്ള തിരക്കായിരുന്നു. പണിയ നൃത്തവും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചക്കാർക്ക് വലിയൊരു രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആഘോഷം പോലെ തന്നെയായിരുന്നു പണിയ നൃത്തം എന്ന് പറയാം. കാണികളാണെങ്കിലും വലിയ രീതിയിൽ അവർ ആവേശത്തിലായിരുന്നു പണിയ നൃത്തം കാണാൻ. അത്തരത്തിൽ വലിയ ആഘോഷമായിരുന്നു ഇന്നലെ കലോത്സവ വേദിയിൽ നടന്നിരുന്നത് എന്ന് പറയാം. ഇന്നത്തെ അതുപോലെ തന്നെ പോയിന്റിലേക്ക് കടക്കുമ്പോൾ കണ്ണൂരാണ് 2 ദിവസമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. 449 പോയിന്റോടുകൂടി കണ്ണൂരാണ് മുന്നിൽ. കോഴിക്കോടാണ് 3-ാം സ്ഥാനത്ത്. തൃശ്ശൂർ 448 പോയിന്റോടെ 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ന് പരിപാടി ആരംഭിക്കുന്നതോടെ നമുക്ക് പോയിന്റ് നിലയിലുള്ള കാര്യങ്ങൾ മാറ്റം വരും. എങ്കിലും കണ്ണൂർ തന്നെ തുടരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. 3-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ 9:30 ഈ വേദിയിൽ പരിപാടി ആരംഭിക്കും. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കുച്ചിപ്പുടിയാണ്. മറ്റ് വേദികളിൽ ചവിട്ടുനാടകം, മയും അടക്കമുള്ള പ്രധാനപ്പെട്ട മറ്റ് പരിപാടികൾ, കലാപരിപാടികൾ, മത്സര ഇനങ്ങൾ നടക്കും. ഏകദേശം 45ഓളം വരുന്ന മത്സര ഇനമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി പുത്തരിക്കണ്ടം മൈതാനം സന്ദർശിക്കുന്നുണ്ട്. മൈതാനത്തെ ഭക്ഷണശാലയാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. പ്രധാന വേദിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മത്സരം 9:30 ആരംഭിക്കുമ്പോഴേക്കും ഇവിടെ കാണികളും മത്സരാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷിതാക്കളും എല്ലാവരും എത്തിച്ചേരും. ശരി അനുശ്രീ, എന്തായാലും അവിടെ മത്സരങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അനുശ്രീ പറഞ്ഞതുപോലെ ഇന്നലെ നാടക മത്സരം കാണാൻ നമ്മൾ ആ തിരക്ക് പ്രതീക്ഷിച്ചതുമാണ്. കാരണം ഞായറാഴ്ചയാണ്. തിരുവനന്തപുരത്തുകാർ അത്ര കലാപ്രേമികളല്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞവർ ഇന്നലെ ഒന്ന് കാണണമായിരുന്നു. അങ്ങോട്ടേക്ക് കടക്കാനാകാത്ത വിധം വലിയ തിരക്ക് നാടകവേദിയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ തിരക്ക് താരതമ്യേന കുറയാനാണ് സാധ്യത. ഇന്ന് തിങ്കളാഴ്ചയാണ്, എല്ലാവർക്കും ജോലിക്ക് പോകേണ്ട 2 ദിവസങ്ങൾ, ശനിയും ഞായറും നല്ല തിരക്ക് പല സ്റ്റേജുകളിലും പല വേദികളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അനുശ്രീയിലേക്ക് വരാം. അതിനു മുമ്പ്